ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കോൺഫിഡൻസിനെ പറ്റി സംസാരിക്കാനാണ്. അതായത് നിങ്ങളിപ്പോൾ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവരാണ്, നിങ്ങൾക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല എങ്കിൽ നിങ്ങൾ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട. കാരണം വെച്ചാൽ നിങ്ങളിപ്പോൾ പ്രാക്ടീസ് ചെയ്യണം. കാരണം നിങ്ങളുടെ കയ്യിലാണുള്ളത്, അതിന്റെ ഒരു സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിലാണുള്ളത്. അത് നിങ്ങൾ ആരും അത് മനസ്സിലാക്കുന്നില്ല. ബേസിക്കലി ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അത് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരാളുടെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ അതൊന്നും അത്രത്തോളം നിങ്ങൾ അതൊന്നും ഇങ്ങനെ ഇഗ്നോർ ചെയ്യാൻ അറിയാം. ഓ, ഞാനിങ്ങനെ പോയി സംസാരിക്കും, എനിക്കാണെങ്കിൽ ഒന്നാമതെ പേടിയാണ്, എനിക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയത്തില്ല, ഞാൻ എന്തോ ചെയ്യും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റത്തില്ല. ഇന്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് നല്ലപോലെ ഡിഫിക്കൽട്ട് ഫേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്നോട്ട് തന്നെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മിറർ പ്രാക്ടീസ് ആകുമ്പോഴത്തേക്കും കണ്ണാടിയിൽ നിങ്ങളാ നിൽക്കുന്നതെന്നുള്ള ചിന്തയൊന്നും നിങ്ങൾക്ക് വേണ്ട. വേറെ ഒരാളും നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേടിയാണ് ഉള്ളിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കും. ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, കൊളീഗ്സ് ആയിക്കോട്ടെ, ആർക്കെങ്കിലും നല്ലപോലെ ഇംഗ്ലീഷ് അറിയാം, അവരുടെ മുന്നിൽ ഞാൻ എങ്ങനെ സംസാരിക്കും, തെറ്റ് വരുമ്പോഴത്തേക്കും ഈശ്വര പ്രശ്നമാകുമല്ലോ, ഞാൻ ഇനി എന്തോ ചെയ്യും എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവരാണെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്തയും വേണ്ട. നിങ്ങൾ മിറർ പ്രാക്ടീസ് ചെയ്യുക. ഞാൻ എല്ലാ വീഡിയോസിലും ഇങ്ങനെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് ആരുടെ മുന്നിൽ പോയിട്ട് നിങ്ങളുടെ ഇംഗ്ലീഷ് തെറ്റാണെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. കാരണം വെച്ചാൽ സംസാരിച്ചാണ് നിങ്ങൾക്ക് റെഡിയാക്കാനായിട്ട് പറ്റുന്നത്. നിങ്ങൾ എന്തായാലും ഈ ഒരു കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കുക. കാരണം വെച്ചാൽ ഇപ്പൊ നമുക്ക് അറിയാവുന്ന ആരെങ്കിലും കാണും നമ്മുടെ കൂടെ. ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ്, കൊളീഗ്സ് ആരെങ്കിലും ഒക്കെ കാണും ഇംഗ്ലീഷ് അറിയാവുന്നതായിട്ട്. നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ റിലേറ്റീവ്സോ ആരെങ്കിലും കാണും. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനായിട്ട് പറ്റും. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് പറയുകയാണെങ്കിൽ ഒരാൾ സ്വാഭാവികമായിട്ടും ആ തെറ്റിനെ തിരുത്തി പോകുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി മെച്ചൂരായിട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കണം. അപ്പോഴേ നിങ്ങൾക്കൊരു പേടി മാറത്തുള്ളൂ. ഒരാളോട് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും എന്നുള്ള പേടി മാറത്തുള്ളൂ. അപ്പൊ നിങ്ങൾ എൻ്റെ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ. നിങ്ങൾ മിറർ പ്രാക്ടീസ് എന്നും ചെയ്യുക. നിങ്ങളിപ്പോ എവിടെയാണെങ്കിലും, നിങ്ങളിപ്പോ ഹോസ്റ്റലിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഹോസ്റ്റലിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിക്കോട്ടെ, വീട്ടിലിരിക്കുന്നവരായിക്കോട്ടെ, എവിടെ ആയാലും ആയിക്കോട്ടെ, എവിടെ ആയാലും ഒരു കണ്ണാടി ഉണ്ടാവും. നിങ്ങളിപ്പോ മേക്കപ്പ് ചെയ്യുന്നവരാണെങ്കിൽ, ഇപ്പൊ പുരുഷന്മാരായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ എല്ലാവരും മേക്കപ്പ് ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങൾ എന്തായാലും ഗേൾസോ ബോയ്സോ ആരോ ആയിക്കോട്ടെ, മേക്കപ്പ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ മുന്നിൽ ഒരു കണ്ണാടി ഉണ്ടാവും. ആ കണ്ണാടി നോക്കിയിട്ടായിരിക്കും അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഹെയർ, അപ്പൊ ആമ്പിള്ളാരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഹെയർ ഒക്കെ സെറ്റ് ചെയ്യുന്ന കണ്ണാടിയുടെ മുന്നിൽ വെച്ചിട്ടായിരിക്കും. പെമ്പിള്ളാണെങ്കിൽ മേക്കപ്പ് ഇടാനായിട്ടെങ്കിലും കണ്ണാടിയുടെ മുന്നിൽ പോകാറുണ്ട്. ആ സമയം കൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് നോക്കുക. ഡെയിലി ഒരു 5 മിനിറ്റ് എടുക്കുക, പിന്നെ 10 മിനിറ്റ് ആക്കുക. അങ്ങനെ അങ്ങനെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ കോൺഫിഡൻസ് കൂടും. അപ്പൊ നിങ്ങൾക്ക് പുറത്തുള്ള ഒരാളോട് പോയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. അപ്പൊ അതാണ്. അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം നല്ലപോലെ. ഓക്കെ. സോ അപ്പൊ അത്രയേ ഉള്ളൂ. സോ അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ, സി യു.